അങ്ങേക്ക് പറയാം കോൺഗ്രസിന്റെ ഓക്കെ ഓക്കെ ഭാഗം ഓക്കെ എന്താണ് ഇക്കാര്യത്തിൽ. കോൺഗ്രസ് ചിന്തിക്കുന്നത് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒന്നിച്ചായാൽ ഒരു ഓട്ടോമാറ്റിക് വോട്ട് ട്രാൻസ്ഫർ ഉണ്ടാകും. അത് ആദ്യഘട്ടം മുതലേ പ്രതീക്ഷിച്ചു വരുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിലെ ഒരു പദ്ധതി എന്താണ്? എന്തെങ്കിലും പദ്ധതി ആയിട്ടുണ്ടോ? ഇന്ന് നിങ്ങളുടെ ഈ ചർച്ചയുടെ തന്നെ അടിസ്ഥാനം സമാജ്വാദി പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിതീഷ് കുമാറിനെ മുന്നോട്ട് വെച്ചു എന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ. സമാജ്വാദി പാർട്ടിയുടെ ദേശീയ ഭാരവാഹി തന്നെ വളരെ ഉന്നതമായ രാഷ്ട്രീയ ബോധത്തോടു കൂടി അതിനെ നിരാകരിച്ചുകൊണ്ട് വളരെ പൊളിറ്റിക്കലായി സംസാരിച്ചു. പക്ഷേ അദ്ദേഹം അത് നിഷേധിച്ചു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവോ രാഷ്ട്രീയ പാർട്ടി തന്നെയോ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആരെങ്കിലും മുന്നോട്ട് വെച്ചാൽ പോലും കോൺഗ്രസിനെ സംബന്ധിച്ച് അതിൽ പ്രത്യേകിച്ച് പരിഭ്രമിക്കാനൊന്നുമില്ല. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കി മുന്നോട്ട് വയ്ക്കുന്നില്ല എന്നാണല്ലോ ഇവിടെ പലരും ചൂണ്ടിക്കാണിക്കുന്നൊരു വസ്തുത. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയല്ല, പ്രധാനമന്ത്രി പദം തന്നെ രണ്ടാം UPA കാലത്ത് വേണ്ടെന്ന് വെച്ച നേതാവാണ്. വളരെ അനായാസം ഈ പറയുന്ന പൂ പറിക്കുന്നത് പോലെ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനം അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാകാമായിരുന്നൊരു സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം നിലവിലുണ്ടായിരുന്നിട്ടും അത് വേണ്ട എന്ന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ 2019 ആണോ അതോ രണ്ടാം UPA ആണോ? രണ്ടാം UPA ഘട്ടത്തിൽ മൻമോഹൻ സിംഗ് മാറി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്നൊരു തീരുമാനമെടുത്താൽ അത് സുസാധ്യമായിരുന്നു എന്നല്ലേ? അത് ആർക്കാണ് അതിന് തടയാൻ കഴിയുക? അദ്ദേഹത്തിന് വേണമെങ്കിൽ അത്തരത്തിലുള്ള സജഷൻസ് ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി വേണം തെരഞ്ഞെടുപ്പിനെ നേരിടാനെന്ന് ഉള്ള ആലോചനകളുണ്ടായിരുന്നു. അദ്ദേഹം മൻമോഹൻ സിംഗിൻ്റെ മന്ത്രിസഭയിലേക്ക് വരണം എന്നുള്ള തരത്തിലുള്ള ആലോചനകളുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് അങ്ങനെ പ്രധാനമന്ത്രി പദത്തോട് അമിതമായ അധികാരവാഞ്ചയുള്ള ആളൊന്നുമല്ല. അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഞാൻ പ്രധാനമന്ത്രിയാകണോ എന്നുള്ളതിനേക്കാൾക്ക് അപ്പുറത്ത് സംഘപരിവാർ നേരിടുന്ന മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെ നേരിടുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത്. അത് കേവലമായൊരു തിരഞ്ഞെടുപ്പിനപ്പുറത്ത് അത് ഇന്ത്യ നിലനിൽക്കണോ എന്ന് അത് നല്ലൊരു ചിന്ത തന്നെയാണ് ശ്രീ അനൂപ് PR. അത് നല്ലൊരു ചിന്ത തന്നെയാണ്. ഭാരത് ജോഡോ യാത്രയുടെ സമയത്ത് നമ്മൾ ഏറെ ചർച്ച ചെയ്തതുമാണ്. പക്ഷേ മല്ലികാർജ്ജുൻ ഖർഗെ കഴിഞ്ഞ ദിവസം പറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ ഞാനൊന്ന് ആവർത്തിച്ചാൽ, വിന്നിംഗ് ഫസ്റ്റ് ഈസ് ഇമ്പോർട്ടന്റ്, അതാണ് പ്രധാനമെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ഓട്ടോമാറ്റിക് വോട്ട് ട്രാൻസ്ഫർ ഉണ്ടാകുമെന്നുള്ള ഒരു സ്വപ്നം കണ്ടിരിക്കാതെ ആക്ഷൻ പ്ലാനിലേക്ക് എന്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണി എത്താത്തത്? കോൺഗ്രസ് അതിന് മുൻകൈ എടുക്കാത്തത്? ഇനിയും എന്തിനാണ് കാത്തിരിക്കുന്നത്? ഇന്ത്യ മുന്നണി ഈ പറയുന്ന സീറ്റ് ചർച്ചകൾ വളരെ സമാന്തരമായി നടക്കുന്നു, ഗൗരവമായ ആലോചനകൾ നടക്കുന്നു, രാഷ്ട്രീയ കക്ഷികൾ അവരുടെ കൺസേൺസ് അവതരിപ്പിക്കുന്നു. അതിന് സമാന്തരമായി ഭാരത് ന്യായ യാത്രയുമായി രാഹുൽ ഗാന്ധി മുന്നോട്ട് വരാൻ പോകുന്നു, അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടക്കുന്നു. രാഷ്ട്രീയമായൊരു പ്രചരണ പരിപാടിയുമായി കോൺഗ്രസ് മുന്നോട്ട് വരികയാണ്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് നിങ്ങൾ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. സുജയ മാത്രമല്ല, മാധ്യമങ്ങളെ പൊതുവിൽ ഉയർത്തുന്ന കോൺഗ്രസിനോട് ചോദിക്കുന്നൊരു ചോദ്യം, എന്താണ് നിങ്ങളുടെ സ്ട്രാറ്റജി? വളരെ സ്പെസിഫിക് ആണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് സ്ട്രാറ്റജി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ രാജ്യത്ത് സംഘപരിവാറിൻ്റെ സ്ട്രാറ്റജി എന്താണെന്ന് വളരെ വ്യക്തമാണ്. അത് വെറുപ്പ് പടർത്തുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഇപ്പോഴത്തെ ചർച്ച പോലും ദേശീയ പശ്ചാത്തലത്തിൽ ഒരു പാൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ സംസാരിക്കുമ്പോൾ നമ്മൾ പല അഭിപ്രായങ്ങളും പറയും. പക്ഷേ ഇവിടെ കേരളത്തിൽ പോലും ഇന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ നടത്തിയ പത്രസമ്മേളനം സുജയ ശ്രദ്ധിച്ച് കാണുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്താ, നമുക്ക് BJPയോട് പലതരത്തിലുള്ള രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പക്ഷേ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ അത് ഗൗരവപ്പെട്ട വിഷയമാകണം എന്ന് ആഗ്രഹിക്കാനുള്ള അവകാശം നമ്മൾക്കുണ്ടല്ലോ. പക്ഷെ അദ്ദേഹം പറയുന്നത്, ഇന്ന് K. സുരേന്ദ്രൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം വളരെ ഗുരുതരം എന്ന് പറഞ്ഞൊരു ആരോപണം ഉന്നയിച്ചത്, തൃശ്ശൂർ പോലൊരു ലോക്സഭാ മണ്ഡലത്തിൽ MP ആയിരിക്കുന്ന BJP നോക്കുന്നൊരു മണ്ഡലം, TN പ്രതാപൻ്റെ PA എന്ന് പറയുന്ന ഒരാൾ മുസ്ലിം തീവ്രവാദിയാണെന്നാണ്. അദ്ദേഹം മുസ്ലിമാണ്, അദ്ദേഹത്തെ അടുത്തറിയുന്ന ഒരാളാണ് ഞാൻ, അദ്ദേഹം മുസ്ലിമാണ്. പക്ഷേ മുസ്ലിം ആയതുകൊണ്ടൊരു വ്യക്തി എങ്ങനെയാണ് തീവ്രവാദിയാകുന്നത്? അദ്ദേഹം വളരെ കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള ജാമിയ മിലിയ പോലൊരു ദേശീയ സർവകലാശാലയിലെ വിദ്യാർത്ഥി നേതാവാണ്, NSUവിൻ്റെ നേതാവാണ്. അപ്പോൾ അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ട് മാത്രം
തീവ്രവാദിയാണ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ BJP ഈ രാജ്യത്ത് കേരളത്തിൽ അങ്ങനെയല്ലോ പോലും പറഞ്ഞത്. പടർത്ത ശ്രീ വി ആർ അനൂപ് ആ എന്താണ് പ്രസ്താവനയും പറഞ്ഞത്? വാർത്താ സമ്മേളനവും പറയൂ, താങ്കൾ പറയൂ. കേട്ടതുപോലെ തന്നെ ഞാനും കേട്ടതാണ്. അതിന്റെ കൃത്യമായിട്ടുള്ള വെർബാറ്റിം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. TN സുജയ് പ്രതാപൻ പറയൂ. PFIയുടെ അടുത്തയാളാണെന്ന ആരോപണത്തിൽ പറയൂ. ഉറച്ചു നിൽക്കുകയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. താങ്കൾ ഇപ്പോൾ പറഞ്ഞ TN പ്രതാപന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നയാൾ PFI കാരനാണ് എന്ന് പറയുന്നു. അല്ലാതെ മുസ്ലിം തീവ്രവാദത്തെക്കുറിച്ചൊന്നും അവിടെ പറയുന്നില്ല. അതിനുശേഷം പറയുന്ന വരി ജാമിയ മിലിയ ഗൂഢാലോചന കേസിൽ ഞാൻ പൂർത്തിയാക്കട്ടെ. മീഡിയ കൈകാര്യം PFI എന്ന് പറയുന്ന ഒരു സംഘടന നിരോധിക്കുന്നതിന് മുൻപ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പലരും അതിൽ അംഗങ്ങളായിരുന്നല്ലോ. തെരച്ചിലും റെയ്ഡും വന്നപ്പോൾ ആരെയൊക്കെയാണ് പൊക്കിയതെന്ന് കേരളം കണ്ടതാണല്ലോ. ജാമിയ മിലിയ ഗൂഢാലോചന കേസിൽ അയാളെ പോലീസ് ചോദ്യം ചെയ്തിരുന്നോ ഇല്ലയോ? പോലീസ് ചോദ്യം ചെയ്തോ ഇല്ലയോ? അത് താങ്കൾ ക്ലാരിഫൈ ചെയ്യൂ. എന്നിട്ട് നമുക്ക് തുടരാം. ഇല്ല ചർച്ച ചെയ്യാം. നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിനകത്ത് 2 ഘട്ടങ്ങളുണ്ട്. നിങ്ങൾ പറഞ്ഞ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് താങ്കൾ പറഞ്ഞതെല്ലാം ഞാൻ സമ്മതിക്കാം. താങ്കൾ പറഞ്ഞത് മുഴുവൻ ഞാൻ സമ്മതിക്കാം. ജാമിയ മിലിയ ഗൂഢാലോചന കേസിൽ പോലീസ് ചോദ്യം ചെയ്തിരുന്നോ ഇല്ലയോ? അങ്ങനെ ഒരു ഗൂഢാലോചന കേസിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടില്ല, ഒന്നാമത്തെ കാര്യം. 2, അദ്ദേഹം PFI കാരനല്ല. അദ്ദേഹം കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെ അവിടുത്തെ NSUവിന്റെ യൂണിറ്റ് പ്രസിഡന്റായ ഒരു വ്യക്തിയെ PFI കാരനാണ് എന്ന് മുസ്ലിം ആയതിന്റെ പേരിൽ എങ്ങനെ സുരേന്ദ്രന് പറയാൻ കഴിയുന്നത്? അതാണ് അവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. ഒരു വ്യക്തി മുസ്ലിം ആയതിന്റെ പേരിൽ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുകയാണ്.